നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. AD 325 നിക്യ കൗൺസിൽ നടന്ന സ്ഥലത്ത് സഭാ ചരിത്രത്തിലെ ഒന്നാം എക്യുമെനിക്കൽ കൗൺസിലിന്റെ 1700-ാം വാർഷികം അനുസ്മരിക്കുവാൻ 27 ക്രിസ്ത്യൻ സഭാ നേതാക്കളോടൊപ്പം ചേർന്ന് ലിയോ 14 മാർപ്പാപ്പ. തുർക്കിയിലേക്കുള്ള മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ 2ാം ദിവസമാണ് എക്യുമെനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷ നടന്നത്. സഭാ നേതാക്കൾ ഈ സുപ്രധാന വാർഷികം ഒരുമിച്ച് ആഘോഷിക്കുവാൻ ക്ഷണിച്ചതിന് കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമന്റെ മഹത്തായ ജ്ഞാനത്തിനും ദീർഘവീക്ഷണത്തിനും പാപ്പ തന്റെ പ്രസംഗത്തിലൂടെ നന്ദി പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്തതിന് സഭാ മേധാവികളെയും ക്രിസ്ത്യൻ കൂട്ടായ്മകളുടെ പ്രതിനിധികളെയും അദ്ദേഹം നന്ദി അറിയിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഇൻമാക്കുലഡ എന്ന ഡോക്യുമെന്ററി ചിത്രം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ തിയേറ്ററുകളിൽ ഡിസംബറിൽ പ്രദർശനത്തിനെത്തും. കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് ഡിസംബർ 8-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കത്തോലിക്ക സിനിമകളിൽ വൈദഗ്ധ്യമുള്ള പോളിഷ് ചലച്ചിത്രകാരനായ മിഷാൽ കോൺട്രാക്റ്റാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബോസ്കോ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. രക്ഷയുടെ ദൈവിക പദ്ധതിയിൽ പരിശുദ്ധ അമ്മയുടെ അസാധാരണമായ പങ്ക് വെളിപ്പെടുത്തുന്ന തിരുവഴുത്തുകളിലെ ഭാഗങ്ങൾക്ക് പുതിയ വ്യാഖ്യാനം നൽകുന്ന രീതിയിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അമലോത്ഭവത്തിന്റെ വിശ്വാസ സത്യം എന്നിവ സിനിമ വിശകലനം ചെയ്യുന്നു. ഇന്നത്തെ ലോകത്തിന് സഭയുടെ ഉറച്ച പ്രബോധനവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആവശ്യമാണെന്നും മറിയത്തെ ലോകത്തിനു മുന്നിൽ എത്തിക്കുവാനുള്ള ആഴമായ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് പിന്നിലെന്നും സംവിധായകൻ കോൺട്രാക്ട് പറഞ്ഞു. 80 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഡോക്യുമെന്ററി പോളണ്ട്, USA, ഫ്രാൻസ് എന്നിവിടങ്ങളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വെള്ളിക്കുളം ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെയും ഭക്തസംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ രാമപുരം കുഞ്ഞച്ചന്റെ കബറിടത്തിങ്കിലേക്ക് തീർത്ഥാടനം നടത്തി. കുഞ്ഞച്ചന്റെ കബറിടത്തിങ്കിൽ വെച്ച് നടത്തിയ നൊവേന പ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ സ്കറിയ വേഗത്താനം നേതൃത്വം നൽകി. രാമപുരം പള്ളി വികാരി ഫാദർ ബർക്കുമാൻ കുന്നുംപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പോസ്റ്റ്ലേറ്റ് ഫാദർ തോമസ് വെട്ടുകാട്ടിൽ സന്ദേശം നൽകി. രാമപുരം കുഞ്ഞച്ചൻ മ്യൂസിയം, വലിയ പള്ളി, പാറേമാകൽ തോമാ കത്തനാരുടെ കബറിടം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഫാദർ ജോവാനി കരുവാച്ചിറ, ഫാദർ അബ്രഹാം കുഴിമുള്ളിൽ, അമൽ ബാബു ഇഞ്ചയിൽ, ചാക്കോച്ചൻ കാലാപ്പറമ്പിൽ, ജെയ്സൺ തോമസ് വാഴയിൽ, ബിനോയ് ഇലവുങ്കൽ, സിസ്റ്റർ ഷാനി റോസ് താന്നിപ്പുതിയിൽ, സിസ്റ്റർ ഷാൽബി മുകളെ, സിസ്റ്റർ ലിൻഡ മുണ്ടക്കൽ, ജിബിൻ തോട്ടപ്പള്ളിയിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരുപ്പിറവയ്ക്കായി ഒരുങ്ങുന്ന നോമ്പുകാലം ദരിദ്രരുടെ മുഖങ്ങളിൽ യേശുവിനെ തിരിച്ചറിയുവാനുള്ള അവസരമാണെന്ന് വിൻസെൻഷൻ സഭാ മേധാവി. മിഷൻ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ടോമാഷ് മാവ്രിച്ചാണ് ഈ ആഹ്വാനം നൽകിയത്. ഏറ്റവും ദുർബലരായ വ്യക്തികളുടെ മുഖങ്ങളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ പഠിക്കുവാനുള്ള അവസരമായി നോമ്പുകാലത്തെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വിൻസെൻഷൻ കുടുംബാംഗങ്ങളോടും എല്ലാ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചു. നോമ്പുകാലം ക്രിസ്തുമസിനായുള്ള തിരുക്കർമ്മപരമായ ഒരുക്കത്തിന്റെ സമയം മാത്രമല്ല, ദരിദ്രരിലൂടെയും ഏറ്റവും ചെറിയവരിലൂടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലൂടെയും നമ്മെ നിരന്തരം കണ്ടുമുട്ടുവാൻ വരുന്ന യേശുവിനെ തിരിച്ചറിയുവാനുള്ള സമയം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നൈജീരിയയിൽ വ്യാപകമായി നടക്കുന്ന തട്ടിക്കൊണ്ടുപോകലുകൾക്കിടെ തട്ടിക്കൊണ്ടുപോയ ആംഗ്ലിക്കൻ പുരോഹിതനായ എഡ്വിൻ ആച്ചി തടവിൽ മരിച്ചതായി ചർച്ച് ഓഫ് നൈജീരിയ നേതാക്കൾ അറിയിച്ചു. ഒക്ടോബർ 28-നായിരുന്നു പുരോഹിതനെയും കുടുംബത്തെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഇവരെ മോചിപ്പിക്കുവാനായി തട്ടിക്കൊണ്ടുപോയവർ 600 മില്യൺ നൈറ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അധികമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു. വൈദികൻ മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയവരുടെ പിടിയിലാണ്. ഇവരെ വിട്ടയക്കാനായി പ്രാർത്ഥന തുടരുകയാണെന്ന് സഭാ നേതാക്കൾ പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.